ബോക്കോ ഹറാം തീവ്രവാദ ഗ്രൂപ്പിന്റെ തടവിൽ നിന്ന് വർഷങ്ങളോളം അതിജീവിച്ചതിനു ശേഷം വടക്കൻ നൈജീരിയയിലെ ഒരു സ്ത്രീ ശ്രദ്ധയാകർഷിക്കുന്നു. സഫിരാത്തു ഇപ്പോൾ കഠിനമായ അക്രമവും നഷ്ടവും കുടിയിറക്കവും സഹിച്ചിട്ടും വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. ഒരു പതിറ്റാണ്ടു മുമ്പ് അവർ ഗർഭിണിയായിരിക്കെ തീവ്രവാദികൾ അവരുടെ ഗ്രാമം ആക്രമിച്ചതായി അവരുടെ വിവരണത്തിൽ പറയുന്നു. പലായനം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവരെ പിടികൂടി മർദ്ദിച്ചു, ഉപേക്ഷിച്ചു. ഇതേ തുടർന്നു അവരുടെ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അവരുടെ 4 കുട്ടികളെ കൊന്നതും ശേഷിക്കുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്നതിനായി ഒരു തീവ്രവാദിയെ നിർബന്ധിതമായി വിവാഹം കഴിച്ചതും ഉൾപ്പെടെയുള്ള കൂടുതൽ ആഘാതങ്ങൾ അവർ സഹിച്ചു. ഒടുവിൽ ഒരു സൈനിക റെയ്ഡിൽ സഫിരാത്തു രക്ഷപ്പെട്ടു. അപകടകരമായ ഭൂപ്രദേശങ്ങളിലൂടെ കുട്ടികളോടൊപ്പം ദിവസങ്ങളോളം പലായനം ചെയ്തു. എന്നിരുന്നാലും സിവിലിയൻ ജീവിതത്തിലേക്കുള്ള അവളുടെ തിരിച്ചുവരവ് ഭർത്താവിന്റെ തിരസ്കരണവും കുട്ടികളിൽ നിന്നുള്ള വേർപിരിയലും ഉൾപ്പെടെയുള്ള പുതിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നു. ഭവനം, വൈദ്യസഹായം, ഉപജീവനമാർഗം എന്നിവ നൽകിയ ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫിൽ നിന്ന് സഹായം ലഭിച്ചതിനു ശേഷം അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടു. അതിനുശേഷം അവർ കുട്ടികളുമായി വീണ്ടും ഒന്നിക്കുകയും ജീവിതം പുനർനിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. അനുഭവങ്ങൾക്കിടയിലും സഫിരാത്തു ശക്തമായ വിശ്വാസവും പ്രത്യാശയും പ്രകടിപ്പിക്കുന്നത് തുടരുന്നു. പീഡനം നേരിടുന്ന മറ്റുള്ളവരെ ഉറച്ചുനിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും നിരവധി സമൂഹങ്ങളെ കുടിയിറക്കുകയും ചെയ്ത വടക്കൻ നൈജീരിയയിലെ നിലവിലുള്ള പ്രതിസന്ധിയെ അവളുടെ കഥ എടുത്തുകാണിക്കുന്നു.